നമസ്കാരം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന അത്യാവശ്യമായ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്. നമ്മുടെ നാട്ടിലെ ഇപ്പൊ നേഴ്സുമാരുടെ സമരം നടക്കുകയാണല്ലോ. അവരുടെ ശമ്പളം 40,000 ആയിട്ട് ഉയർത്താൻ വേണ്ടി. പക്ഷെ അത് എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലുകാരും അംഗീകരിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അവർക്ക് ശമ്പളം അവർക്ക് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകാരെ ഉയർത്തി കൊടുക്കാത്തത്? ഡോക്ടർമാർക്ക് നല്ല ശമ്പളം അവർ കൊടുക്കുന്നുണ്ടല്ലോ. ഡോക്ടർമാരുടെ അത്രയും അവർ പഠിച്ചില്ലെങ്കിലും അതുപോലെ ഡോക്ടർമാർ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും അവർ കഷ്ടപ്പെട്ട് 4 വർഷമോ അല്ലെ 3 വർഷമോ പഠിച്ച് കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതിയിട്ടാണ് അവർ വന്ന് ജോലി ചെയ്യുന്നത്. പിന്നെ എന്തുകൊണ്ട് നേഴ്സുമാർക്ക് മാത്രം ഈ ശമ്പളം കൊടുക്കുന്നില്ല? ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകാർ വളരെ അവഗണനയാണ് പണ്ട് മുതലേ അവരോട് ചെയ്യുന്നത്. അതുകൊണ്ട് നാട്ടിൽ ഇപ്പം പണ്ടൊക്കെ കിട്ടുന്ന 2000 3000 ഒക്കെ ആയിരുന്നു സാലറി. അതുകൊണ്ട് നാട്ടിൽ ആരും നിൽക്കാതെ എല്ലാവരും വിദേശത്തേക്ക് പോവുകയാണ്. എൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ ഞാനിവിടെ കാനഡയിലാണ് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ഞാനിവിടെ ജോലി ചെയ്യുകയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഇവിടെ ഒരു ഹയസ്റ്റ് സാലറി കിട്ടുന്ന ഒരു ജോലി എടുത്താൽ അത് നേഴ്സിംഗ് ജോബ് ആയിരിക്കും. എന്തുകൊണ്ടാണ് കാനഡയിൽ നേഴ്സുമാർക്ക് ഇത്രയും ശമ്പളം കൊടുക്കുന്നത്? ഇവിടെ നേഴ്സിംഗ് ജോലി എന്ന് പറഞ്ഞാൽ വളരെ അതിന് വാല്യൂ ഉണ്ട്, റെസ്പെക്റ്റും ഈ കാനഡക്കാർ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കേരളത്തിൽ മാത്രം നേഴ്സുമാർക്ക് എന്താണ് ഇത്ര അവഗണന? അതും പ്രത്യേകിച്ച് പ്രൈവറ്റിലെ ഹോസ്പിറ്റലുകാർ രോഗികളെ ചികിത്സിക്കുന്നത് ഫ്രീ ആയിട്ടാണോ? ഫ്രീ ആയിട്ടല്ലല്ലോ അവർ ചികിത്സിക്കുന്നത്. നല്ല പൈസ മേടിച്ചിട്ട് തന്നെ ചികിത്സിക്കുന്നത്. പിന്നെ അവരുടെ കയ്യിൽ അവർക്ക് എന്തുകൊണ്ട് നേഴ്സുമാർക്ക് ശമ്പളം കൊടുക്കാതെ ഡോക്ടർമാർക്ക് നല്ല ശമ്പളം കൊടുക്കുന്നുണ്ട്? അതുപോലെ ഇപ്പം നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഫ്രീ ആയിട്ടാണ് രോഗികളെ ചികിത്സിക്കുന്നത്. അവിടെ മാന്യമായ ശമ്പളം നേഴ്സുമാർക്ക് കൊടുക്കുന്നുണ്ടല്ലോ. പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകാർക്ക് എന്തുകൊണ്ട് കൊടുത്തുകൂടാ? എല്ലാ ജോലികൾക്കും എനിക്ക് തോന്നുന്ന നല്ല ശമ്പളം നമ്മുടെ കേരളത്തിൽ കൊടുക്കുന്നുണ്ട്. ഈവൻ ഒരു കൂലിവേലക്കാർക്ക് പോലും ഒരു ദിവസം 1000 കൂടുതൽ ശമ്പളം കിട്ടുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ മാസം 30,000 കൂടുതൽ ശമ്പളം അവർക്ക് കിട്ടുന്നില്ലേ? പിന്നെ നീ കഷ്ടപ്പെട്ട് പഠിച്ച നേഴ്സുമാർക്ക് എന്തുകൊണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലുകാർ ശമ്പളം കൂട്ടി കൊടുക്കുന്നില്ല? അത് അവരുടെ ഒരു ബേസിക് ആയ ഒരു ആവശ്യമാണ്. മാലാഖമാരെന്ന് മാത്രം വിളിച്ചാൽ പോരാ. ഈ മാലാഖമാർക്ക് ജീവിക്കാൻ പൈസ അത്യാവശ്യമാണ്. അത് അവരുടെ ഒരു അത്യാവശ്യമായ ഒരു മിനിമം ഒരു ആവശ്യമാണ്. അപ്പൊ എന്ത് ത്യാഗം ചെയ്താലും ഈ സമരത്തിൽ നിന്ന് പിന്മാറരുത് എൻ്റെ കൂട്ടുകാരായ നേഴ്സുമാര്. ഞാനൊരു നേഴ്സാണ്. എൻ്റെ എല്ലാവിധ സപ്പോർട്ടും നേഴ്സുമാർക്കുണ്ട്. നിങ്ങൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോ കാണുക. പ്ലീസ് നേഴ്സുമാരെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് ഈ വീഡിയോ ഷെയർ ചെയ്ത് നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാം. അവരുടെ ആവശ്യം നിറവേറ്റുന്നവരെ അവർ സമരം ചെയ്ത് നമുക്ക് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത് അവർക്ക് 40,000 രൂപ എന്ന സ്വപ്ന ശമ്പളം അവർക്ക് നേടിക്കൊടുക്കാം. അങ്ങനെ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഒരിക്കൽ കൂടി നേഴ്സുമാരെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.